ഹായ് ഹലോ. ഇതാ നോക്കിയേ, നമ്മുടെ ഈ മുകളില് യു വി ഇട്ടിരിക്കുന്ന പോർഷനിൽ എല്ലാം നമ്മൾ കുറച്ചധികം മുളക് നമ്മൾ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാന് നാളത്തെ ആവശ്യം ഒരാഴ്ചത്തേക്കുള്ള മുളക് ഞാൻ മുന്നേ പറിച്ചു വെച്ചേക്കും കേട്ടോ. അത്യാവശ്യം കുറച്ച് മുളകൊക്കെ പഴുത്തു തുടങ്ങി കേട്ടോ. ഇതാ നോക്കി, മുളകൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം മുളക് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സിറയും കുറച്ച് ധൂമിന്റെ മുളകുമാണ് വെച്ചിരിക്കുന്നത്. സിറ നമുക്ക് നല്ല ടേസ്റ്റ് ആണ്, അത്ര പറയത്തക്ക എരിവൊന്നുമില്ല സിറയ്ക്ക്. നോക്കി, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുളകായിട്ടുണ്ട് കേട്ടോ. അധികം എരിവൊന്നുമില്ല. നമുക്ക് ഇന്ന് ഇത്തിരി ചീനി വൈകിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പം ചീനിക്കും കൂടെ മുളക് വേണം. ഇവിടെ എല്ലാം മുളക് പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു ഭാഗത്തെല്ലാം മുളക് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ധൂമിന്റെ മുളകിന്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ? ധൂമിന്റെ മുളകിന് ഒരു ചെറിയൊരു നിറവ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത് രണ്ടും രണ്ട് മുളകാണ് കേട്ടോ. ഒന്ന് ധൂമും ഒന്ന് നമ്മുടെ സിറയുമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും അത്യാവശ്യം ടെറസൊക്കെ കൃഷി ചെയ്യുന്നവർക്കും വീട്ടാവശ്യത്തിന് ഒരു ചെറിയ അടുക്കള കൃഷിയൊക്കെ ചെയ്യുന്നവർക്കെല്ലാം അറിയാം അല്ലേ? ഓരോ വെറൈറ്റിയുടെയും പേര് പറയുമ്പോൾ തന്നെ അറിയാം എല്ലാവർക്കും. കാരണം ഇപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു മുളകൊക്കെ നടുന്നത് എനിക്ക് കൂടുതലും എല്ലാവരും സിറ തന്നെയാണെന്ന് തോന്നുന്നു ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പൊന്നാങ്കണ്ണിയാണ് കേട്ടോ. പൊന്നാങ്കണ്ണി നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പൊന്നാങ്കണ്ണി മാത്രമേ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു പിടി പൊന്നാങ്കണ്ണി ഇടയ്ക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതുപോലൊക്കെ നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാലുണ്ടല്ലോ, അത്യാവശ്യം നമുക്ക് മുളക് കിട്ടും. പിന്നെ നമുക്ക് മുളക് നമ്മൾ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ 1-2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുളക് ഉണക്കണം. ഉണക്കമുളകിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുളക് ഉണക്കണം. അപ്പം ആ സമയത്ത് ഞാൻ എങ്ങനെ ഉണക്കമുളക് ഉണക്കുന്നതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ അതെല്ലാ സുഹൃത്തുക്കൾക്കും ചിലർക്കൊക്കെ അത് പ്രയോജനപ്പെടും. കണ്ടോ, ഇതെല്ലാം സിറയാണ് കേട്ടോ. ഓക്കെ, ബൈ.